ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാരുതിയുടെ വാഗണാറാണ്. വാഗണാറിന്റെ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓട്ടോമാറ്റിക് ഒട്ടനവധി ആൾക്കാർ ചോദിക്കുന്ന വാഹനമാണ് വാഗണാറിന്റെ ഓട്ടോമാറ്റിക്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടിലേക്കാണ് ഞാൻ വാഗണാർ ഓട്ടോമാറ്റിക് എത്തിക്കുന്നത്. 2016 മോഡൽ VXi ആണ്. പിന്നെ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഈ ഇയർ വെച്ച് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ഓട്ടം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ കുറവ് ഓട്ടമല്ല, കൂടുതൽ ഓട്ടമല്ല. ആ ഒരു ഇന്റീരിയർ കാണിക്കുമ്പോൾ ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞേക്കാം. പിന്നെ സിംഗിൾ ഓണർ വാഹനം കൂടിയാണ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ നല്ല ക്വാളിറ്റിയാണ്. ബോഡി ആയാലും അതിൻ്റെ സീറ്റ്സ് ആയാലും അവിടെ നല്ല ക്വാളിറ്റി ഫീൽ നമുക്ക് വാഹനം നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചേക്കാം. നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഒരു ഓട്ടോമാറ്റിക് വാഗണറായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക് തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇയറും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൂടുതലായിട്ടുള്ള ഓട്ടം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് എടുത്ത് പറയേണ്ടി വരും. കാരണം ഒരു കുറവാണെന്ന് വെച്ചാൽ കുറവല്ല, എന്നാൽ കൂടുതലാണെന്ന് വെച്ചാൽ കൂടുതലുമല്ല. ആ ഒരു മിഡിലിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഈ ഒരു വാഗണാർ. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ VXi ഓപ്ഷനിൽ നിൽക്കുന്ന വാഹനമാണ്. പിന്നെ കൂടാതെ തന്നെ ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയാണ് ഇതിൻ്റെ അടുത്തൊരു ഹൈലൈറ്റ്. യാതൊരു രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളോ നമുക്ക് ഈ വാഹനത്തിന് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് ഫുള്ള് കണ്ടുവരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കാം. നമുക്കിനി ഇതിൻ്റെ സൈഡും അതേപോലെ ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് വെച്ചേക്കാം. ഫസ്റ്റ് തന്നെ വീലാർസിലേക്ക് പോകാം. കണ്ടോ, നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബോണറ്റും കാര്യങ്ങളൊക്കെ ഡീസൻ്റാണ്, ഓക്കെയാണ്. അങ്ങനെ ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഹെഡ് ലാംപ്സ് ഡീസൻ്റായിട്ട് തന്നെ ഇരിക്കുന്നു. താഴെ നമുക്ക് ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഗ്രില്ലൊക്കെ ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ലോവർ ബമ്പറും കാര്യങ്ങളെല്ലാം സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഹെഡ് ലാംപ്സും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെ വീലാർച്ചും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന വീലാർച്ച്. ടയേഴ്സ് നോക്കാം, ടയേഴ്സ് നല്ല ഗ്രിപ്പിൽ തന്നെ നിൽക്കുന്ന ടയേഴ്സ്. പിന്നെ രണ്ട് ഡോറും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. കാര്യമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് ഡോർസിൽ കിട്ടുന്നില്ല. പിന്നെ ഡോർ വൈസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടയേഴ്സ് നോക്കാം. ടയേഴ്സൊക്കെ നല്ല ഫ്രണ്ടിൽ അതേ ഗ്രിപ്പ് തന്നെ നമുക്ക് റിയർ ഭാഗത്തും കിട്ടുന്നുണ്ട്. അതുപോലെ വീലാർച്ച് നോക്കാം, വീലാർച്ചൊക്കെ ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് ഇന്ന് ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡിൽ നമുക്കിവിടെ ഡീഫോഗേഴ്സ് വരുന്നുണ്ട്. അതേപോലെ റിയർ വൈപ്പറും കാര്യങ്ങളും വരുന്നുണ്ട്. ടോപ്പിലായിട്ട് ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക് VXiയുടെ ആ ഒരു ബാഡ്ജിങ് കൂടി നമുക്കിവിടെ കാണാം. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മാരുതി സുസുക്കിയുടെ ആ ഒരു ബാഡ്ജിങ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സിൽ നമുക്ക് റിയർ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ബമ്പേഴ്സൊക്കെ ഓക്കെയാണ്, സ്ക്രാച്ചസ് ഒന്നുമില്ല. റൈറ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഡോറും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന ഡോർസ്. അതേപോലെ തന്നെ കണ്ടോ, മൊത്തത്തിൽ വാഹനം നോക്കാം. ഒരു ക്വാളിറ്റി വാഹനത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് ഈ വാഗണാർ കിട്ടുന്നുണ്ട്. ഡോറൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സൊന്നും പരിചയപ്പെട്ടേക്കാം. ഡോർ പാഡിൽ തന്നെ നമുക്കിവിടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ORVM കൺട്രോളൊക്കെ വരുന്നുണ്ട്. ഡോർ പാഡൊക്കെ ഡീസൻ്റായിട്ട് നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ കവേഴ്സിൻ്റെ ചെറിയൊരു പഴമ നമുക്ക് സീറ്റിലും കാര്യങ്ങളും കിട്ടുന്നത്. പക്ഷേ ഇൻറ്റീരിയറൊക്കെ മൊത്തത്തിൽ ക്ലീൻ ആൻഡ് നീറ്റാണ്. പിന്നെ ഇവിടെ ഡാഷ്ബോർഡ് നോക്കാം. ഡാഷ്ബോർഡ് ഓക്കെ ആയിട്ട് നിൽക്കുന്നു. മിഡിൽ നമുക്ക് ഇവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടോ, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഗിയറാണ് വന്നേക്കണം. പിന്നെ ഒന്ന് പവർ ഓൺ ചെയ്തിട്ട് കിലോമീറ്റേഴ്സ് ഒന്ന് കാണിച്ചു തന്നേക്കാം. പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യുമ്പോൾ 59,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഇപ്പം നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഗിയർ നോബും കാര്യങ്ങളും ശ്രദ്ധിക്കാം. കണ്ടോ, ഓട്ടോമാറ്റിക് ആണെന്നതിനുള്ള തെളിവാണത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്ലാറ്റ്ഫോം നോക്കാം. പ്ലാറ്റ്ഫോം വിനയിലൊക്കെ ചെയ്ത് ഭംഗിയാക്കി ഇട്ടിരിക്കുന്നു. അതേപോലെ തന്നെ സീറ്റ് നോക്കാം. റിയർ ഭാഗം നോക്കാം. റിയർ ഭാഗമൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്ന റിയർ പാസഞ്ചർ സൈഡാണിത്. അതേപോലെ തന്നെ 50-50 റേഷ്യോയിൽ വന്നേക്കാം സീറ്റ്സ്. ഓക്കെ, റൂഫ് നോക്കാം. റൂഫും ഇവിടെ ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ആണോ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. പാസഞ്ചർ സൈഡിലേക്ക് പോകാം. പാസഞ്ചർ സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ സ്പ്ലിറ്റ് സീറ്റ്സാണ് വന്നേക്കണേ. നല്ല ഭംഗിയുള്ള സീറ്റ് കവേഴ്സ് കൊണ്ട് കിട്ടുന്നുണ്ട്. ലെഗ് റൂമൊക്കെ അത്യാവശ്യം ന്യായമായിട്ട് തന്നെയുണ്ട്. ഇവിടെ നല്ല വാഹനത്തിൻ്റെ ലുക്ക് നോക്കാം. ആണോ, നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം. ഞാൻ ഇതിൻ്റെ ലിവറും അപ്പ് ചെയ്യണം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഗണാറിൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. ഇപ്പോൾ എൻജിൻ ഭാഗം നോക്കാം. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. കൂടാതെ തന്നെ പവർഫുൾ ബാറ്ററിയാണ് ഇരിക്കുന്നത്. പിന്നെ യാതൊരു രീതിയിലുള്ള ലീക്കേജോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അത്രയ്ക്ക് നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു
വാഗണറിൻ്റെ എഞ്ചിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഡ്ജസ് കൂടി നോക്കാം. എഡ്ജസ് ഒക്കെ വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഈ വാഹനത്തിൻ്റെ ലിഡ് ഒന്ന് അപ്പ് ചെയ്യാം. ബൂട്ട് ഒന്ന് അപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ എഞ്ചിൻ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു വാഗണറിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നും വാഗണർ നമ്മൾ കിട്ടാറില്ല, പ്രതീക്ഷിക്കാറില്ല. കാരണം ചെറിയൊരു ബൂട്ടാണ് നമുക്ക് വരാറ്. കാണും. പിന്നെ ഇവിടെ പാസഞ്ചറൊക്കെ ഡീസൻ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ബൂട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അത്യാവശ്യം മീഡിയം സൈസുള്ള ഒരു സ്യൂട്ട് കേസും അതേപോലെ ബാഗും കാര്യങ്ങളൊക്കെ വയ്ക്കാമെന്നുള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സ്പേസോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. പ്ലാറ്റ്ഫോം ഒന്ന് അപ്പ് ചെയ്യാം. ഇവിടെ ടയേഴ്സ് നോക്കാം. ടയേഴ്സും കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന ടയേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ സ്പെയർ വീലിൻ്റെ റൂമ് നോക്കാം. ഇവിടെയും വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇതിൻ്റെ അഡ്ജസ്റ്റ് കൂടി കാണിച്ചു തന്നേക്കാം. എല്ലാ ഭാഗവും വിശദമായിട്ട് സ്ലോയിലാണ് കാണിക്കുന്നത്. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കണമെങ്കിൽ വിശദമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. കണ്ടോ, കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും നമുക്ക് ലിഡിലും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതേപോലെ ലോവർ പോർഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഗണാർ VXi ഓട്ടോമാറ്റിക്കിൻ്റെ വിശേഷങ്ങൾ. നമുക്കിനി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഗണാർ VXi 2016 മോഡൽ കണ്ടു കഴിഞ്ഞു. ഇത് സിംഗിൾ ഓണർ വാഹനമാണ്. പിന്നെ 59,000 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. പിന്നെ വളരെ നീറ്റായിട്ട് ഉപയോഗിച്ചാണ്. ഓട്ടോമാറ്റിക് വാഹനമാണ്. കുഴപ്പമില്ലാത്ത മൈലേജും കാര്യങ്ങളൊക്കെ ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ മൈലേജ് ഇവിടെ കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ എത്ര കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് മൈലേജ് ഡിസ്പ്ലേ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനം ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാഹനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള പരിഗണന. ഞാനൊരു 500 രൂപീസിന് ഒരു ഡീസലോ പെട്രോൾ അടിക്കാനുള്ള ഓപ്ഷൻ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ നിങ്ങൾ വാഹനം വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മളെ വിളിക്കാൻ മറക്കരുത്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട്, നമ്മളത്തേക്ക് വിളിക്കാം. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയേക്കാം. ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. റേറ്റ് പറഞ്ഞേക്കാമ്പോൾ നമുക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഈ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 4,40,000 രൂപയാണ്. 4.40 lakhs ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആയിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഗണറിൻ്റെ വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ അതിനെപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, ടേക്ക് കെയർ.